ഹലോ ഗായ്സ്, നിങ്ങൾ ഇത്തവണത്തെ ഇൻടേക്കിൽ ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇന്ത്യൻ ഐറ്റംസ് നിങ്ങൾ പാക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജർമ്മനിയിലെ ബീലെഫീൽഡിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിലാണ്. ഇതുപോലുള്ള ഇന്ത്യൻ സ്റ്റോഴ്സ് നമുക്ക് ജർമ്മനിയിലുള്ള ഒട്ടുമിക്ക സിറ്റികളിലും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്കിന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക അരികളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്കുള്ള പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അരിയൊന്നും ആരും എടുത്ത് വെക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും കിട്ടും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ പച്ചക്കറികളാണോ അതെല്ലാം നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും തന്നെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഈ കാണുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ഫിഷാണ്. ചെമ്മീനുകളും അതുപോലെ തന്നെ മീനൊക്കെ ഫ്രോസൺ നമുക്ക് കിട്ടും. പരിപ്പ്, പയറ്, കടല തുടങ്ങിയ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളകിൻ്റെ പൊടിയായിട്ടുള്ളതുകൊണ്ട് അല്ലാതെ കുരുമുളകായിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. ഈ കാണുന്നത് സാമ്പാർ മിക്സ് ആണ്. ഇതുപോലെ നമ്മൾ ഇവിടുത്തെ ഫ്രീസറിൻ്റെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചക്ക, കപ്പ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ എല്ലാ ടൈപ്പിലുള്ള അച്ചാറുകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നമുക്ക് നോക്കിയെടുക്കാം. ഇവിടെ അജ്മിയുടെ പ്രോഡക്ട്സ് ആണ് കൂടുതലും ഞാൻ കണ്ടത്. പെരിയാറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മലയാളികളുടെ മെയിൻ സാധനമായിട്ടുള്ള ചായപ്പൊടി എത്ര വെറൈറ്റി വേണോ അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേങ്ങയും ഗ്രേറ്റഡ് കോക്കനട്ടും നമുക്ക് ഇവിടെ കിട്ടും. പൊറോട്ട ഫ്രോസൺ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പോരാത്തതിന് നമുക്ക് ചന്ദനത്തിരി വരെ ഇവിടെ കിട്ടും കേട്ടോ. ഇതൊന്നും കൂടാതെ നമ്മളുടെ പുട്ടുപൊടി, അപ്പത്തിൻ്റെ പൊടി, ഇടിയപ്പം, ഉപ്പുമാവ് തുടങ്ങി എല്ലാ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടികളും നമുക്ക് കിട്ടും. അത് കൂടാതെ മൈദ, റവ തുടങ്ങിയിട്ടുള്ള അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ജർമ്മനിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് അടുത്തറിയാവുന്ന ഒരു ബ്രാൻഡാണ് അജ്മിയുടെ പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ക്രേവിങ്സ് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളായിട്ടുള്ള ഉണ്ണിയപ്പം, ഉഴുന്നുവട, കൊഴുക്കട്ട തുടങ്ങി സകലമാന സാധനങ്ങളും അജ്മിയുടെ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇനി ഏതായാലും നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി നിങ്ങൾ വരണ്ട. ആകപ്പാടെ എടുക്കാൻ ഓർക്കേണ്ടത് ഒരു വലിയ കുക്കർ മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും തന്നെ നമുക്ക് മേടിച്ചിട്ട് വരണ്ട. എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.